സുഗതനെ തീർക്കാനൊരുങ്ങി പ്രതിപക്ഷം. അയാൾ കൗൺസിലർ ആയാലും പക്ഷേ കൗൺസിലറായി ഈ വാഴിക്കില്ല, കമ്മിറ്റി കൂടിക്കില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഗൂഢാലോചനയാണെന്ന് എൻ്റെ അനുമാനം അങ്ങനെയാണത്. കാരണം പ്രത്യേകിച്ച് ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ്. ശിവൻകുട്ടി ആരാ പ്രസ്താവന ഇറക്കാൻ? ഇയാൾ പഴയ മേയറായിരുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ വിവരം കെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നുള്ളത്? എന്താ ഇയാളുടെ ക്വാളിഫിക്കേഷൻ? എന്താ ഇയാൾ? അല്ലെങ്കിൽ CPM-ൻ്റെ ജില്ലയുടെ ചുമതലക്കാരൻ അയാളാണോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും സ്ഥിരമായിട്ട് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനെതിരായിട്ട്, മേയർക്കെതിരായിട്ട്, സുഗതിനെതിരായിട്ട് നിരന്തരമായിട്ട് പ്രസ്താവന ഇറക്കുന്ന ആൾ ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടി പലപ്പോഴും വസ്തുതകൾ പഠിക്കുന്ന ആളൊന്നുമല്ല. ശിവൻകുട്ടി വായി തോന്നി കോതയ്ക്കപ്പെട്ടെന്ന് പറയുന്ന മട്ടിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കാപ്പ കേസാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ചുമത്തിയിരിക്കുന്നത്. കാപ്പ ചുമത്തിയതിൻ്റെ അടിസ്ഥാനം എന്താ? അത് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാലത്ത് വീട്ടിലേക്ക് ചെല്ലുക, ആ വീട്ടിലേക്ക് ചെലുത്തിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുക. ആ സമയത്ത് ഇവിടെ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നത്? ഇങ്ങനെ വീട്ടിൽ നാമമാത്രമായിട്ടുള്ള ആളുകളുള്ള വീട്ടിൽ ചെന്ന് ഈ പ്രതി എന്ന് പറയപ്പെടുന്ന കൗൺസിലർ ആയിരിക്കുന്ന, ജനപ്രതിനിധിയായിരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന പോലീസിന്റെ തിടുക്കമുണ്ടല്ലോ, ആ തിടുക്കമാണ് കാപ്പയിലേക്ക് എത്തിക്കുന്നത്. ഈ തിടുക്കത്തിന് അകത്ത് പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ നിലവിലിപ്പോ ഇവരാദ്യം, ശിവൻകുട്ടി ആദ്യം പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കില്ല, ആദ്യം സത്യപ്രതിജ്ഞ മുടക്കി. ഇനി ഇദ്ദേഹത്തിന് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയറാൻ പറ്റില്ല എന്നൊക്കെയാ പറഞ്ഞേ. ഇപ്പൊ എന്താ സംഭവം ഉണ്ടായത്? അവിടെ കൃത്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ജയിലിലാണെങ്കിൽ സൗകര്യം ഒരുക്കി കൊടുത്തു ബഹുമാനപ്പെട്ട കോടതി. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ഇനിയിപ്പോൾ എന്താ പറയുന്നത്? ഇനിയിപ്പോൾ പറയുന്നത് 3 പ്രാവശ്യം അടുപ്പിച്ച് വരില്ല. 3 പ്രാവശ്യം അടുപ്പിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ സാമാന്യ ബോധമുള്ള ആരെ സംബന്ധിച്ചും അറിയാം. എങ്ങനെയാണ് ഒരു ഭരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരാൾ വരാതിരിക്കത്തക്ക രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കില്ല. ഇയാൾക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഇന്ന് മാത്രമല്ല, സുഗതനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ കോർപ്പറേഷനുള്ള BJP-യുടെ ഭരണത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ബേജാറാവുന്ന 2 പേരാണ്. ഒന്ന് ശബരിനാഥ്, അയാൾ കോൺഗ്രസിന്റെ MLA ആയിരുന്ന ആളാ, ഇപ്പൊ കോർപ്പറേഷനിൽ കൗൺസിലറാ. എന്താ പുള്ളി തവണ അവിടെ നിയമത്തെ എവിടെ കണ്ട് മത്സരിച്ചിട്ട് 8 നില പൊട്ടിയാളാ. മൂന്നാം സ്ഥാനത്ത് കണ്ടായതാ പുള്ളി ശബരിനാഥ്. അവിടെ ഭാര്യ വിഴിഞ്ഞത്തിന്റെ MD ഒക്കെ ആയിരുന്നു. ഈ ഭാര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധം എന്താണ്? ഒരു വലിയ ബന്ധമാണത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന, പഴയ ജില്ലാ കളക്ടറായിരിക്കുന്ന ആ പറയുന്ന ദിവ്യ അയ്യർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ ബന്ധമുണ്ട്. ആ വലിയ ബന്ധം ശബരിനാഥിന്റെ ബന്ധമാണ്. അത് കോൺഗ്രസിന്റെ ബന്ധമാണെന്ന് ഞാൻ ആരും പറയുന്നില്ല. കാര്യം ശബരിനാഥായിട്ട് വലിയ ബന്ധമുണ്ടെന്നുള്ള തെളിവാകാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന രാകേഷാ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPM-ന്റെ അടുത്ത പാർട്ടി സെക്രട്ടറിയാ. ഏറ്റവും ശക്തനായിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ്. പഴയ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ പറയുന്ന രാകേഷാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബേജാറായതും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്നതും. കാരണം അദ്ദേഹത്തിന് ഈ ദിവ്യ അയ്യരുടെ അവരെ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് അവരെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാകേഷിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ രാകേഷിന്റെ പ്രശ്നം മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, രാകേഷ് അടക്കമുള്ള ചില ആളുകൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള ദിവ്യ അയ്യരുടെ ആ ഒരു വെപ്രാളവും അവരുടെ മറ്റേ ശരീര ഭാഷയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകാവുന്നതായിരുന്നു. അങ്ങനെ ബോധ്യമായിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ, ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ കണ്ണിയാണ് ദിവ്യ നായർ. അത് അവരുടെ ഭർത്താവിന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട്. ഇപ്പൊ ഭാര്യ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഭർത്താവിന് ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിരന്തരമായിട്ട് ഒരേ കാര്യം തന്നെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് കോൺഗ്രസിന് ബന്ധമുണ്ട്, അവിടെ ശബരിനാഥിന് ബന്ധമുണ്ട്. ആ ശബരിനാഥന്റെ ബന്ധം തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവിടെ കോർപ്പറേഷനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ശിവൻകുട്ടി കഴിഞ്ഞ പിന്നെ ശബരിനാഥാണ്. ഈ രണ്ടുപേരും പ്രശ്നം എന്താ? രണ്ടുപേര് നിയമത്ത് തോറ്റു, നിയമത്ത് 8 നില പൊട്ടി. ഈ പറയുന്ന ശബരിനാഥനെ MLA ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ശക്തമായുള്ള വിഭാഗമുണ്ട്. അവരാണ് വലിയ പണിയെടുത്തത്. അല്ലാതെ BJP-ക്കാരൊന്നും വരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തെ കോർപ്പറേഷനിൽ നിർത്തി മത്സരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3-ാം സ്ഥാനത്തായിരുന്നു, ഇപ്രാവശ്യം 3-ാം സ്ഥാനത്താ. അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നേതാവാക്കിയിട്ട് ശബരിനാഥനെ അവിടെ ഒതുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അല്ല, ഇതിനകത്തിലിപ്പോ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചു വീണ്ടും കോർപ്പറേഷനിലേക്ക് വരാനുള്ള ഒരു സാധ്യത, എത്രയും പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോഴാണ് ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന 2 പേരും ഒരുപോലെ പറയുന്നത്, സുഗതനെ, ഒരാൾ പറഞ്ഞു, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, സുഗതനെ ഇങ്ങോട്ട് ഇനി കേറ്റില്ല, അയാൾ ഇനി ഇങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയുടെ തലേ ദിവസമാണ് ശിവൻകുട്ടി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാലും
അയാൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നവർ പറയുന്നത്? സുഗതനെ പുറത്തേക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞാൽ ജയിലിൽ തന്നെ ഇടാനുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുമെന്നാണോ, പുറത്ത് ചെയ്യുമെന്നാണോ, അതോ പുറത്തേക്ക് ഇറങ്ങിയാലും കോർപ്പറേഷനിലേക്ക് എത്തിക്കാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട്. അതൊരു ഇന്ത്യ മുന്നണി തന്നെയാണ്. ആ ഇന്ത്യ മുന്നണിയുടെ പേരിലാണ് സുഗതനെതിരായിട്ട് കേസെടുത്തത്. ആ സുഗതനെ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കൽ ഇവർ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ശിവൻകുട്ടി തന്നെ. ശിവൻകുട്ടി ആരാ പ്രസ്താവന ഇറക്കാൻ? ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അവിടെ കോർപ്പറേഷനിൽ? അവരാണല്ലോ പ്രസ്താവന ഇറക്കേണ്ടത്. ഇത് അവരല്ലോ ഇറക്കിയത്. മറിച്ച് ആരെ? ശിവൻകുട്ടിയാണ്. എന്താ ശിവൻകുട്ടിക്ക് അതിനകത്തുള്ള താല്പര്യം എന്താണ്? കാരണം ശിവൻകുട്ടിയുടെ താല്പര്യവും നേരത്തെ സൂചിപ്പിച്ച ശബരിനാഥിന്റെ താല്പര്യവും ഈ രണ്ട് താല്പര്യവും ഒന്നാണ്. ഈ രണ്ട് താല്പര്യം ഒന്നാമത് സമയത്താണ് പ്രധാനമായിട്ട് സുഗതനെ കോർപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കണം. കാരണം സുഗതനെ ഒഴിവാക്കേണ്ട ആവശ്യമാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ നിരവധി കോർപ്പറേഷനുകളുണ്ട്. കണ്ണൂർ തുടങ്ങിയിട്ട് കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും കൊല്ലവും കൊച്ചിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഏത് കോർപ്പറേഷൻ മേയറാണ് എല്ലാവർക്കും അറിയാവുന്നത്? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഏക കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത് രാജേഷാണ്. തലസ്ഥാനം. അതേപോലെ തന്നെ കൗൺസിലർ സുഗതനാണ്. ഇവിടെ ഒരുപാട് കൗൺസിലർമാരുണ്ട്. അല്ല, അതിന് വഴിവെച്ചതും ഈ ഭരണപക്ഷം തന്നെയാണ്. സുഗതനെ പോയി ഇത്ര വലിയ ഒരു കൗൺസിലറാണ്, വിവിധ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു മീഡിയ കവറേജ് കിട്ടാൻ വേണ്ടി അത്തരം ഒരു സാഹചര്യം ഒരുക്കിയതും ഭരണപക്ഷം തന്നെയായിരുന്നു. അല്ല, ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒന്നാണ്. കാരണം അവർ രണ്ടുപേരും താല്പര്യം രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം ഭരിക്കണം എന്നാണ് മോഹം. അത് സാധ്യമല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും തമ്മിൽ തിരുവനന്തപുരത്ത് ഒന്നിച്ചു നിൽക്കാൻ സാധ്യമല്ല. അവർക്ക് ഭരിക്കാൻ വേണ്ടി സാധ്യമല്ല. അത് കേരളം വിട്ട് ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ അവരൊന്നായനും ഒരു സംശയം കരുതലില്ല. ഈ ശബരിനാഥ് ശിവൻകുട്ടിയൊക്കെ ഒന്നായനും. ശിവൻകുട്ടിക്ക് ഇനി ഒരു മേയറായ കൊള്ളാന്നുള്ള ആഗ്രഹം പോലും ഉണ്ടാവും. കാരണം താഴെയുള്ളവരൊക്കെ നമുക്ക് ഏകദേശം അറിയാലോ, 10 കാശിന് കൊള്ളാത്തവരാ കൗൺസിലർമാരൊക്കെ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ താനാണ് മിടുക്കരെന്ന് ശിവൻകുട്ടിക്ക് തോന്നുകയും ഈ വാർദ്ധക്യം ബാധിച്ച സമയത്ത് ഏത് തരത്തിലാണോ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായത്, സമാനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും പ്രായം ഉണ്ടെങ്കിലും വിവരം കെട്ടവനാണെങ്കിലും എനിക്ക് കേരളത്തിൽ കൊച്ചിൻ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാവണമെന്നുള്ള ആഗ്രഹമാണ് ശിവൻകുട്ടിക്ക്. ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇടപെടുക. അദ്ദേഹത്തിന് സാധാരണ നിലയ്ക്ക് ഇത്തവണ തോറ്റുപോയി, നിയമത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം, തോറ്റാലും ചെയ്യാവുന്നതാണ്. അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമുണ്ട്, ഗോവിന്ദപിള്ള സാറിൻ്റെ പാരമ്പര്യമുണ്ട്. ധാരാളം പുസ്തകങ്ങളൊക്കെ ഉള്ള വീടാണ്. ഈ പുസ്തകത്തിൻ്റെയൊക്കെ വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ അദ്ദേഹത്തിന് വേണ്ടി തിരിയാം. ഇതൊന്നും ചെയ്യാതെ കണ്ട് ഒരു മേയറാകാൻ വേണ്ടിയിട്ടുള്ള അവിടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ശിവൻകുട്ടിയുടേത്. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും സുഗതനെ ഇനി തടയാൻ പോവുക എന്ന് പറയുന്നത്? ഇവര് സാധാരണ തടയണം എന്നുള്ള ആഗ്രഹം മാത്രമല്ലേ. ഈ എല്ലാ ആഗ്രഹങ്ങളും നടക്കാറില്ലല്ലോ. അങ്ങനെ ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവർക്ക് ബംഗാളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർക്ക് ത്രിപുരയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർക്ക് സെൻട്രൽ മന്ത്രിസഭയിൽ എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ലല്ലോ. ഇതൊന്നും നടന്നില്ല. അത് നടക്കാതിരിക്കാൻ കാരണം ശരിക്കും യഥാർത്ഥമായിട്ട് ജനങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. ഇന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന കോർപ്പറേഷനാണ്. കക്ഷി രാഷ്ട്രീയത്തിനുപരിയായിട്ട് സർവ്വമാന ജനങ്ങളും അംഗീകരിക്കുന്ന കോർപ്പറേഷനാണത്. ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജനോപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ. ഈ തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽപ്പെട്ടതാണ്. ഞാൻ വേറെന്താ പറയാല്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം തന്നെ എങ്ങനെയാണ്? ആളുകൾ ഭക്ഷണം കൊടുക്കാതെ കൊന്ന പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. EMSന്റെ പാരമ്പര്യം അതാണ്. 1957 67 EMS കാട്ടിക്കൂട്ടിയത് അങ്ങനെയാണ്. എത്ര നീചമായ പ്രവൃത്തിയാണെന്നറിയാമോ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കേരളത്തിലെ 10,000-കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്താ കാരണം? അവിടെ നമ്പൂതിരിപ്പാട് കേരളം ഭരിച്ചു എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള ഇതിലെ ഒരു ജൂനിയർ നമ്പൂതിരിപ്പാടിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഒരു സമയത്ത് തിരുവനന്തപുരം എന്ന് പറയുന്ന പട്ടണത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പട്ടണങ്ങളുടെ മഹാനഗരങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. എന്താ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ? ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മികച്ച സംസ്ഥാനമായിരുന്നു, ഇന്ത്യയിൽ മികച്ച സംസ്ഥാനമായിരുന്നു തിരുവിതാംകൂർ. ആ തിരുവിതാംകൂർ പെട്ടതാണ് തിരുവനന്തപുരം. അത് ഇന്ന് നമ്മൾ ഭാരതത്തിലുള്ള മറ്റ് തലസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടതാണ്. ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം. അപ്പോൾ അതേപോലെ തന്നെ ഹൈദരാബാദാണ് ഇവിടുത്തെ ഇതുള്ളത്, ആന്ധ്രാപ്രദേശിനുള്ളത്.
കർണാടകത്തിനുള്ള ബാംഗ്ലൂരാണ്. ഈ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളും കേരളത്തിൻ്റെ തിരുവനന്തപുരവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അങ്ങനെ എത്തിച്ചത് ഇവരാണ്. ഈ പറയുന്ന രണ്ട് മുന്നണികളും ചേർന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് വി രാജേഷും സുഗതനടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വികസനം വേണമെന്ന് അവർ പറയുന്നു, ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവണമെന്ന് അവർ പറയുന്നു, അവിടെ നല്ല റോഡുകൾ ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടുന്നു, അവിടെ നിരവധി വികസന പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സംഗതികളൊന്നും ചെയ്യിക്കാതെ കണ്ട് ആ പറയുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും മോശമാക്കി തീർക്കുവാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഉള്ളത്. അതിനവരൊരു സഖ്യമുണ്ട്. ഈ സഖ്യമാണ് ഇവർ ശ്രമിക്കുക. അവർ സുഗതനെ തടയാൻ നോക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സുഗതൻ അവിടെ ജയിലിൽ കിടന്നിട്ടാണെങ്കിലും സുഗതൻ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വന്നിട്ടാണെങ്കിലും തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനം അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണക്കൂട്ടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.